മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ പല വെബ്സൈറ്റുകളിലും കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു 99 സ്റ്റോർ, അതായത് നമ്മൾ ഈ വെബ്സൈറ്റിൽ 99ന് അണ്ടറിലുള്ള എല്ലാം ഒരു സെക്ഷനിൽ ഒറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റോട്ട് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് പല കാറ്റഗറി പല വിലയ്ക്കുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ 5 രൂപ പ്രോഡക്റ്റ് ഈ ഒരു സെക്ഷനിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അതേസമയം 100ന് മുകളിലുള്ള പ്രോഡക്റ്റ് ഒരിക്കലും ഇതിൽ ആഡ് ആകാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കളക്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷോപ്പിഫൈ എഡിറ്ററിൽ വന്നു. നമുക്ക് സൈഡിലായിട്ടുള്ള കളക്ഷൻസ് ക്ലിക്ക് ചെയ്തു. ആഡ് കളക്ഷൻസ്. അപ്പോൾ ആഡ് കളക്ഷനിൽ ഞാനിപ്പോൾ ജസ്റ്റ് ലെസ് ദാൻ 99 എന്നൊരു ഹെഡിങ് കൊടുത്തു. ഇതിൽ താഴെ മാനുവലിന് പകരം സ്മാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്മാർട്ട് ഓപ്ഷനിൽ ടാഗ് മാറ്റി നമുക്ക് പ്രൈസ് കൊടുക്കുക. പ്രൈസ് ലെസ് ദാൻ, നമുക്ക് കുറവാണ് വേണ്ടത് 99. അതായത് 99ന് മുകളിൽ ഉള്ള എല്ലാ പ്രോഡക്റ്റും ഈ കളക്ഷനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകും. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻ ഉണ്ട്. 99 മാറ്റി 999 ആക്കാം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിനുള്ള പ്രോഡക്റ്റുകൾ മാത്രമാക്കാം. സോ അങ്ങനെയുള്ള കളക്ഷൻസ് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. സോ എൻ്റെ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ 99ന് താഴെയുള്ള പ്രോഡക്റ്റ് എല്ലാം ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ആഡ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ സ്റ്റോറിലോട്ട് പോവുകയാണ്. അപ്പോൾ എഡിറ്റ് തീം കൊടുക്കുക. അപ്പോൾ ഞാനൊരു സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 99 എന്നൊരു സെക്ഷൻ, ഒരു ഹെഡിങ്, സബ് ഹെഡിങ്, ജസ്റ്റ് റാൻഡമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ ഐക്കൺ കൊടുക്കുക. ഞാൻ ആ ഒരു കളക്ഷൻസ് സെലക്ട് ചെയ്യുക, ലെസ് ദാൻ 99. സോ സേവ് കൊടുക്കുക. നമുക്ക് ആ ഒരു സെക്ഷൻ ക്രിയേറ്റ് ആവും. സോ 99 എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 99ന് താഴെയുള്ള പ്രോഡക്റ്റ് എല്ലാം ലിസ്റ്റ് ആവുന്ന ഒരു സെക്ഷൻ ക്രിയേറ്റ് ആവും. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു സെക്ഷൻ റാൻഡമായിട്ട് ഒരു വെബ്സൈറ്റിൽ ഉണ്ടാക്കിയിടാൻ വളരെ എളുപ്പമാണ് ഈ ഒരു കളക്ഷനിൽ ഇങ്ങനെ ഒരു കളക്ഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.